ഹലോ ഹാൽ. നമ്മൾ അഞ്ചാമത്തെ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതില് കാര്യമായിട്ട് ഒരു കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്. ഇതില് ഈ ഇസ്മുകളുടെ അറബി ഗ്രാമറിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ നെക്കിറ മാരിഫ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പൊ നെക്കിറ മാരിഫ എന്താണ്? അതുപോലെ ചില ഇസ്മുകൾ മുദക്കർ ആവാം, മുഅന്നസ് ആവാം. ഒരു പക്ഷേ മുദക്കർ മുഅന്നസിന് പ്രത്യക്ഷമായ അടയാളങ്ങൾ ഇല്ലാത്ത മുഅന്നസുകൾ വരെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ സംഗതികളാണ്. എങ്ങനെയാണ് ഈ പ്രത്യക്ഷമല്ലാത്ത മുഅന്നസ് മനസ്സിലാക്കാൻ പറ്റുക? പിന്നെ ഒരു പദം തന്നെ നമുക്ക് വേണമെങ്കിൽ തസ്നിയാക്കി മാറ്റാൻ പറ്റും, ജം ആക്കി മാറ്റാൻ പറ്റും. പിന്നെ അതിന്റെ തന്നെ പല പൊസിഷൻ അനുസരിച്ച് പേര് മാറും. ഇപ്പൊ ചിലയിടത്ത് വരുമ്പോൾ അത് മുക്ത എന്ന് പറയും. അതേ പദം തന്നെ മറ്റൊരു അവസരത്തിൽ വരുമ്പോൾ അതിന് ഖബറായിരിക്കാം, ചിലയിടത്ത് മഫൂലായിരിക്കും, ചിലയിടത്ത് ഫായിലായിരിക്കാം. അപ്പൊ ഇത്തരം ഇൻഡപ്തുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യണത്. ഓക്കെ. അപ്പൊ ഇതിൽ കാര്യമായിട്ട് പറയുന്ന ഈ ഇനങ്ങളാണ്: മാരിഫ, നക്കിറ എന്താണ്, മുദക്കർ മുഅന്നസ് എന്താണ്, വാഹിദ് തസ്നിയ ജമ്മ എന്താണ്, മുബ്ത ഖബർ എന്താണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യണത്. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ മാരിഫ നക്കിറ എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മാരിഫ ആ ഒരു പദത്തിന്റെ അർത്ഥം തന്നെ മഅരിഫ എന്ന് പറഞ്ഞാൽ, അറഫ എന്ന് പറഞ്ഞാല് അറിഞ്ഞു, മഅരിഫ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടത്, അറിയപ്പെട്ടതാണ്. അറിയപ്പെട്ടത് പറയുമ്പോൾ ഒരു സംഗതിയോ ഒരു സ്ഥലമോ ഒരു വസ്തുവോ അത് പൊതുവെ ഇതാണ് എന്ന് അറിയപ്പെട്ടൊരു സംഗതി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു വാക്ക് പറയുന്നത് കൊണ്ട് അതിന് എന്തും ഉദ്ദേശിക്കാം എന്ന അർത്ഥത്തിൽ പോകൂല. അങ്ങനെ ഒരു പദം പറഞ്ഞ് ആ പദം കൊണ്ട് ഒരു സാധനം, ഒരു പ്രത്യേകമായ വസ്തുവോ ഒരു സ്ഥലമോ ഒരു വ്യക്തിയോ ഒന്നോ ഒരു സ്പെഷ്യൽ ആകാത്തതാകുമ്പോഴാണ് നെക്കിറ എന്ന് പറയാം. എന്തും ആവാം എന്നാകുമ്പോൾ നെക്കിറ. ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം അത് സ്പെസിഫിക് ആകുമ്പോൾ മാരിഫ. അതാണ് മാരിഫ നെക്കിറയുടെ പൊതുവായ ഒരു അർത്ഥം. അത് പല രീതിയിലുണ്ടാവും. അപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കൂ, അൽ കിതാബ് എന്ന് ഒന്നാമത്തെ വരിയിൽ അൽ കിതാബ് എന്ന് പറയുന്നുണ്ട്. എന്താണ് അൽ കിതാബിന്റെ അർത്ഥം? കിതാബുൻ എന്ന് പറഞ്ഞാലും അൽ കിതാബ് എന്ന് പറഞ്ഞാലും വ്യത്യസ്തമാണ്. രണ്ടും വേറെ വേറെ അർത്ഥമാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ വെറും കിതാബുൻ, ഹാദാ കിതാബുൻ എന്ന് പറഞ്ഞാൽ ഇത് പുസ്തകമാണ്, ഏത് പുസ്തകമാകാൻ പറ്റും. പക്ഷെ നമ്മൾ അല്ല് പറയണം എന്നുണ്ടെങ്കിൽ പല കണ്ടീഷൻസ് ഉണ്ട്. മുമ്പ് നമ്മൾ പറയപ്പെട്ടൊരു പുസ്തകമായിരിക്കാം, അല്ലെങ്കിൽ മുമ്പിലുള്ള പുസ്തകമായിരിക്കാം. എന്തെങ്കിലും ഒരു മുമ്പ് സ്പെസിഫൈ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് വീണ്ടും സൂചിപ്പിക്കുമ്പോഴാണ് അൽ കിതാബ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ മുമ്പ് വെച്ച ആ കിതാബ് എന്നാണ് അൽ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അല്ല് വരുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു സ്പെസിഫിക് ആയ ഒരു ആശയം അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഹാമിദ്, ഹാമിദ് എന്ന് പറയുന്നത് എല്ലാ വ്യക്തിയെയും ഹാമിദ് ഒന്നുമില്ല. ഹാമിദ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയ വ്യക്തിയുണ്ട്. ദിൽഹി എന്ന് പറഞ്ഞാൽ ഡൽഹി എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയ സ്ഥലമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്പെസിഫിക്കേഷനെ സൂചിപ്പിക്കുന്നതാണ് മാരിഫ. അങ്ങനെ സ്പെസിഫൈ ഒന്നും അല്ലാത്ത, സ്പെസിഫൈ ഒരു നിലക്കുള്ള സ്പെസിഫിക്കേഷനും ഇല്ലാത്തതാണ് നെക്കിറ കൊണ്ട് ഉദ്ദേശിക്കണത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ വലതുൻ എന്ന് പറയുന്ന ഒരു വാക്കൊന്നുണ്ട്. വലത് പറഞ്ഞ കുട്ടി എന്നാണ്. ഏത് കുട്ടി? ഏത് കുട്ടിയും, ലോകത്തിലെ എല്ലാ കുട്ടിയും വലതിൽ പെടും. ബലത് എന്ന് പറഞ്ഞ നാടാണ്. ഏത് നാടിനെയും ബലത് എന്ന് പറയാൻ പറ്റും. കിതാബുൻ എന്ന് പറഞ്ഞാൽ ഏത് പുസ്തകത്തെയും നമുക്ക് കിതാബ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ നെക്കിറ എന്ന് പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്പെസിഫിക് ആയത് മാരിഫ, സ്പെസിഫിക് അല്ലാത്തത് നെക്കിറ. ഇനി മാരിഫാന്റെ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. പൊതുവെ 7 ഇനങ്ങളാണ് നഹ്വിന്റെ ഇൻഡെപ്തുള്ള ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയാറുള്ളത്. ഇവിടെ 4 ഇനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മാരിഫയുടെ 4 ഇനങ്ങൾ. ഒന്ന് ഇസ്മ അലമാണ്. ഇസ്മ അലം എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ നിർണയിക്ക നിർണയിച്ചു കൊടുത്ത, അതിനു വേണ്ടിയിട്ട് വെക്കപ്പെട്ട ഒരു പേരിനാണ് ഇസ്മ അലം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ സെയ്ദ്. സെയ്ദ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേകമായ, അല്ലെങ്കിൽ നമ്മളുടെ അറിവിലുള്ള, നമ്മൾ ഒരാൾക്ക് വെച്ച കൊടുത്ത ഒരു പേരാണ് സെയ്ദ് എന്നുള്ളത്. അതേപോലെ ഡൽഹി എന്നുള്ള ഒരു സ്ഥലത്തിന് നമ്മൾ വെച്ചു കൊടുത്ത പേരാണ് ഡൽഹി. താജ്മഹൽ എന്നുള്ളത് നമ്മൾ ഒരു കെട്ടിടത്തിന് വെച്ചു കൊടുത്ത ഒരു പേരാണ് താജ്മഹൽ. അപ്പൊ അതിനു വേണ്ടി മാത്രം സ്പെസിഫിക് ആയിട്ട് വെക്കപ്പെട്ട പേരുകളാണ് ഈ ഇസ്മു അലം എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇനി ഇസ്മു ലമീർ ഉണ്ട്. ഇസ്മു ലമീർ എന്ന് പറഞ്ഞാല് അത് ഒരു വ്യക്തിയിലേക്കോ ഒരു സ്ഥലത്തേക്കോ ഒരു വസ്തുവിലേക്കോ ഉള്ള സൂചനകളാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പ്രൊനൗൺ എന്ന് പറയും. ഇപ്പൊ ഹി, ദേ, വി, ദാറ്റ്, ദിസ്, അങ്ങനെയൊക്കെ പറയുന്ന ഐ, വി എന്നൊക്കെ പറയുന്ന അതിനാണ് ലമീർ എന്ന് പറയാം. അപ്പൊ ലമീർ പല രീതിയിലുണ്ടാവും. ഇവിടെ നോക്കുക, അൻത. അൻത എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. അപ്പൊ നീ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ ഉണ്ടായിരിക്കണം, ഒരു സ്പെസിഫിക് ആയ ഒരാൾ ഉണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മൾ അൻത എന്ന് പറയാം.
അപ്പൊ ഈ ലമീറുകൾ എവിടെയൊക്കെയോ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലമീറൊക്കെ എന്താണ് മാരിഫയാണ്. അപ്പൊ ഇവിടെ അന, ഞാൻ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയി. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ സ്പെസിഫിക് ആയി. നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള കുറച്ച് ആളുകൾ സ്പെസിഫിക് ആയി. അപ്പൊ ഈ ലമീറുകൾ എപ്പോഴും സ്പെസിഫിക് ആയ ഒരു കാര്യത്തിനാണ്, ഒരു കാര്യം, ഒരു ആശയം മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ലമീറുകൾ അലമുകളായിരിക്കും, അല്ലെങ്കിൽ ലമീറുകൾ മാരിഫ ആയിരിക്കും. മാരിഫ ഒന്നാമത്തത് ഇസ്മു അലം എല്ലാം മാരിഫയാണ്. രണ്ടാമത്തെ പോയിന്റ് എല്ലാ ലമീറുകളും മാരിഫയാണ്. ഇനി അടുത്ത ഈ ലമീറുകളുടെ വിശദീകരണം. ലമീറുകൾ പൊതുവെ 14 തരത്തിലുള്ള ലമീറുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ലമീർ ഹുവ. ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹനു. അപ്പൊ അങ്ങനെ 14 ലമീറുകളാണ് അറബി ഭാഷയിൽ നിലവിലുള്ളത്. അപ്പൊ ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്, ഓരോ സ്ഥലത്താണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പൊ ഒരു വ്യക്തി തന്നെ നമ്മളെ മുമ്പിൽ ഹാജരല്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഹുവ എന്ന് പറയും. അവൻ, ഇവിടെ ഇല്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് അവൻ വന്നു അല്ലെങ്കിൽ അവൻ പോയി എന്നൊക്കെ അവിടെ ഹുവ എന്നാ പറയാം. അവർ രണ്ടുപേരാണെങ്കിൽ ഹുമാ എന്ന് പറയും. അവര് രണ്ടിലേറെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹും എന്ന് പറയും. ഇനി അതന്നെ മുഅന്നസ് ആണെങ്കിൽ, സ്ത്രീ ആണെങ്കിൽ ഹുവയുടെ അതേ സ്ഥാനത്ത് ഹിയ, അവൾ ഒരു സ്ത്രീ. ഹുമാ, രണ്ടും സെയിം ആണ്. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഹുമ എന്നാണ് പറയാറുള്ളത്. പിന്നെ ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് സ്ത്രീകൾ. അപ്പൊ ഇതാണ് ഈ 6 ലമീറുകൾ. ഈ 6 ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമ, ഹുന്ന എന്നീ 6 ലമീറുകള് അത് നമ്മുടെ മുമ്പിൽ സന്നിധരല്ലാത്ത ആളുകളെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഉപയോഗിക്കാറുള്ളത്. അതിന് വായിബായ ലമീറുകൾ എന്നാണ് പറയാറുള്ളത്. പിന്നെ ഉള്ളത് നോക്കൂ, അൻത. അൻത നീ എന്നാണ്. നമ്മുടെ മുമ്പിൽ ഹാജരായ ഒരു വ്യക്തിയെ കുറിച്ച്, ഒരു പുരുഷനെ കുറിച്ച് നമ്മൾ അൻത എന്ന് പറയാം. അത് രണ്ടുപേരാണെങ്കിൽ അൻതുമ എന്നാകും. രണ്ടിലേറെ കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അൻതും എന്നാകും. ഇനി അതൊരു സ്ത്രീ ആണെങ്കിൽ അൻതി എന്ന് പറയും. അത് 2 സ്ത്രീകളാണെങ്കിൽ അൻതുമ. അവിടെയും ഈ പുരുഷനും സ്ത്രീയും ഈ രണ്ടാളാകുമ്പോൾ സെയിം ആണ്, അൻതുമ, അൻതുമ എന്നാണ് പറയാറുള്ളത്. ഇനി അത് ഒരുപാട് സ്ത്രീകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അൻതുന്ന എന്നാണ് പറയാം. അപ്പൊ ഈ അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന എന്നീ 6 പദങ്ങള് നമ്മളെ മുമ്പിൽ സന്നിധരായ ആളുകളെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇതിന് ഹാദിറായ ലമീറുകൾ എന്നാണ് ഭാഷയിൽ പറയുന്നത്. അപ്പൊ ഇത് 6 6 12ആയി. ഇനി 13ാമത്തത് അന എന്ന്, ഞാൻ. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാണ് പറയാം. അത് ഒന്നിലേറെ ആളുകൾ, നമ്മൾ എന്നതിനാണ് നഹ്നു എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടിനും മുത്തക്കല്ലിം എന്നാണ് പറയാം. മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന, സ്പോക്സ്മാൻ. ആരാണ് സംസാരിക്കുന്നത്, സ്പോക്സ് വുമൺ ആണെങ്കിലും ആരാണ് സംസാരിക്കുന്നത് അവരെ കുറിച്ച് സൂചിപ്പിക്കാനുള്ള പദങ്ങളാണ് അന, നഹ്ന. അപ്പൊ ഈ 16 പൊതുവെ ലമീറുകളായി, 14 ലമീറുകളായിട്ട് പരിഗണിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് മാരിഫയുടെ ഇനങ്ങളാണ്. 4 ഇനങ്ങളാണ് മാരിഫ. ഒന്നാമത്തത് ഇസ്മു അലമുകളൊക്കെ മാരിഫയാണ്. രണ്ടാമത്തത് ലമീറുകളൊക്കെ മാരിഫയാണ്. മൂന്നാമത്തെ പോയിന്റ് ഇസ്മു ഇഷാറ. ഇസ്മു ഇഷാറ എന്ന് പറഞ്ഞാൽ സൂചനാ പദങ്ങളാണ്. ഒരു വസ്തുവിലേക്ക് ചൂണ്ടിയിട്ട് അത്, ഇത്, അല്ലെങ്കിൽ ഈ, ആ, അവർ, അങ്ങനെയൊക്കെ നമ്മൾ ചില വസ്തുക്കളെ സൂചിപ്പിക്കും. ആ സൂചനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് ഇസ്മുൽ ഇഷാറ എന്ന് പറയാം. അപ്പൊ അത് പറയണമെങ്കിൽ നമ്മളിപ്പോ ആ വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ സ്പെസിഫിക് ആകുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ ഈ വ്യക്തി, ഈ പുസ്തകം എന്ന് പറയുമ്പോൾ ഒരുപാട് പുസ്തകങ്ങളിൽ നിന്ന് ഈ ഒരു പുസ്തകത്തെ മാത്രം നമ്മൾ സ്പെസിഫിക് ആക്കി പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇസ്മുൽ ഇഷാറ വരുമ്പോൾ ആ ഒരു വസ്തുവിന്, ആ ഒരു പദത്തിന് സ്പെസിഫിക്കേഷൻ ലഭിക്കുന്നത് കൊണ്ടാണ് ഇസ്മുൽ ഇഷാറ മാരിഫയുടെ ഇനമായിട്ട് പറയുന്നത്. ഓക്കെ, ഇസ്മുൽ ഇഷാറയും നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇനങ്ങളുണ്ട്. അത് മുഅന്നസിന് വേണ്ടിയിട്ട് ചില പദങ്ങൾ മുഅന്നസിന് വേണ്ടി മാത്രം പ്രത്യേകമാക്കപ്പെട്ടതുണ്ട്. ചിലത് മുദക്കറിന് വേണ്ടി മാത്രമാണ്, ചിലത് ജമ്മിന് വേണ്ടി മാത്രമായിരിക്കും, ചിലത് തസ്നിയക്ക് വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇസ്മു ഇഷാറത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, ഹാദ എന്നുള്ളൊരു പദമുണ്ട്. ഹാദ പൊതുവെ മുദക്കറിന് വേണ്ടി, ഇത് എന്നതിന് ഹാദ കിതാബുൻ, ഈ പുസ്തകം, ഹാദൽ കിതാബ്, ഈ ബുക്ക്, ബുക്ക്, ദിസ് എന്നതിനാണ് ഇവിടെ ഹാദ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അത് മുദക്കറാവുന്ന അവസരത്തിൽ, മുദക്കറും മുഫ്രദുമാവുന്ന അവസരത്തിലാണ് ഹാദ ഉപയോഗിക്കാറുള്ളത്. ഇനി ഇതേ വസ്തു, ഈ ഹാദാന്റെ ശേഷം ഹാദാനി വരാറുണ്ട്. ഹാദാനി എന്ന് പറയുമ്പോൾ അത് 2
മുദക്കറായ വസ്തുക്കളെ പറയുമ്പോഴാണ് ഹാദാനി എന്ന് പറയാം. ഹാദാനി മരീദാനി, ഇവ രണ്ടുപേരും, ഈ രണ്ട് പുരുഷന്മാര് രോഗികളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഹാദാനി എന്നുള്ള ഹാദന്റെ തസ്നിയാണ്. പിന്നെ അതന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ അവിടെ ഹാഉലായി എന്ന് പറയും. ഓക്കെ, ഹാഉലായി റിജാലുൻ, ഇത് പുരുഷന്മാരാണ്, പുരുഷ സമൂഹമാണ്. ഇനി ഹാദന്റെ മുഅന്നസ് ആണ് ഹാദിഹി എന്നുള്ളത്. അപ്പൊ അതിന്റെ ശേഷം മുഅന്നസായ പദം വരുമ്പോൾ ഹാദി എന്ന് ഉപയോഗിക്കുന്നു. ഹാദി ജരീദത്തുൻ, ഇത് ന്യൂസ് പേപ്പറാണ്. ഹാത്താനി, ഇനി ആ മുഅന്നസായ പദത്തിന്റെ ഹാദിഹി എന്നതിന്റെ തസ്നിയയാണ്. രണ്ട് സ്ത്രീലിംഗങ്ങൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഹാത്താനി എന്നാണ് ഉപയോഗിക്കല്. ഹാത്താനി ജരീദത്താനി. പിന്നെ അത് ഹാഉലായി മുദക്കറിന്റെയും മുഅന്നസിന്റെയും ജമ്മിന്റെ അവസരത്തിൽ സെയിം ആണ്. അപ്പൊ ഒരുപാട് പുരുഷന്മാരിന്റെ ഉണ്ടാവും അവിടെ ഹാഉലായി റിജാൽ എന്ന് പറയുന്നു. അതേപോലെ ഒരുപാട് ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹാഉലായി ബനാത്ത് എന്നാണ് പറയാം. അപ്പൊ ഹാഉലായിൽ വ്യത്യാസമില്ല. ഹാദ എന്റെ നേരെ മുഅന്നസ് ഹാദിഹി, ഹാദാന്റെ നേരെ മുഅന്നസ് ഹാത്താനി, ഹാഉലായി സെയിം ആണ്. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതൊക്കെ ഹാദ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തുള്ള കരീബായ എന്ന് വെച്ചാല് എന്റെ വളരെ അടുത്ത് നിൽക്കുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാദ, ഹാദാനി, ഹാഉലായി, ഹാദിഹി, ഹാത്താനി, ഹാഉലായി എന്നുള്ള പദങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ഇനി കുറച്ച് അത് അവിടെ കുറച്ച് അപ്പുറത്ത് ദൂരത്തുള്ള സാധനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദാലിക്ക എന്ന് പറയാം. ദാലിക്ക വലുത്, അതൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ദാലിക്കൽ വലുത്, ആ കുട്ടി, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ദാലിക്ക ഉപയോഗിക്കും. ഇനി ദാലിക്കന്റെ തസ്നിയാണ്, രണ്ടു പേരുണ്ടെന്നുണ്ടെങ്കിൽ മുദക്കറാണെങ്കിൽ അവിടെ നമ്മള് ദാനിക്ക എന്ന് ഉപയോഗിക്കും. ദാനിക്ക. അത് ഒരുപാട് പേരുണ്ടെങ്കിൽ ഉലായിക്ക എന്ന് പറയുന്നു. ഇനി അത് മുഅന്നസ് ആണെങ്കിൽ, സ്ത്രീലിംഗമാണെങ്കിൽ തിൽക്ക എന്ന് പറയുന്നു. അതിന്റെ തസ്നിയാണെങ്കിൽ രണ്ടു പേരുണ്ട്, രണ്ട് സ്ത്രീലിംഗമാണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ താനിക്ക എന്ന് പറയുന്നു. ഇനി അവിടെയും ഒരുപാട് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉലായിക്ക എന്ന് പറയുന്നത്. അപ്പൊ ഉലായിക്ക മുദക്കറിന്റെയും മുഅന്നസിന്റെയും അവസരത്തിൽ ഇവിടെയും സെയിം ആണ്. ദാലിക്ക അതിന്റെ നേരെ മുഅന്നസ് തിൽക്ക. ദാനിക്കന്റെ മുഅന്നസ്, തസ്നിയന്റെ മുഅന്നസ് താനിക്ക, ദാനിക്ക താനിക്ക, ദാലിക്ക തിൽക്ക. പിന്നെ ഉലായിക്ക മൊത്തം സെയിം ആണ്. അപ്പൊ ഈ 6 പൊതുവെ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ 3 അല്ലേ. ഒന്നാമത്തത് ഇസ്മാലമൊക്കെ മാരിഫയാണെന്ന് പറഞ്ഞു, രണ്ടാമത്തത് ലമീറുകളൊക്കെ മാരിഫയാണെന്ന് പറഞ്ഞു, മൂന്നാമത്തത് നമ്മുടെ ഇസ്മുൽ ഇഷാറകളൊക്കെ മാരിഫയാണെന്ന് പറഞ്ഞു. ഇനി മുഅറഫ് ബില്ലാം, അല്ല്, ഒരു വസ്തുവിന് അതിന്റെ കൂടെ അല്ലില്ല. അല്ലില്ല എന്ന് പറയുമ്പോൾ അത് എന്തുമാവാം, ഏത് പദങ്ങളിലേക്കും സൂചന കൊടുക്കുന്ന സ്പെസിഫിക് അല്ലാത്ത ഒരു വാക്കാണ് അല്ലില്ലാതെ വരുമ്പോൾ. എന്നാൽ അതേ പദത്തിനോട് കൂടെ അല്ല് വരുമ്പോൾ അത് സ്പെസിഫിക് ആകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞു കിതാബുൻ എന്ന് പറയുമ്പോൾ ഏതോ ഒരു കിതാബ് എന്ന് അർത്ഥമുള്ളൂ. പക്ഷെ അൽ കിതാബ് എന്ന് പറയുമ്പോൾ മുമ്പ് സൂചന തന്ന ഒരു സ്പെസിഫിക് ആയ പുസ്തകമായി മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ അല്ല് വരുമ്പോൾ, അല്ലൊരു പദത്തിൽ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മാരിഫയായ പദമാണ് എന്നാണ്. അപ്പൊ അതാണ് 4ാമത്തെ പോയിന്റ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ വന്നാൽ നമ്മൾ എന്തായാലും മാരിഫയായി മനസ്സിലാക്കണം. നെക്കിറാണെന്ന് മനസ്സിലാക്കാൻ പ്രത്യേക കാരണങ്ങൾ നോക്കണ്ട. ഈ 4 ഇല്ലേ എങ്കിൽ നെക്കിറയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത് പറഞ്ഞ പോയിന്റ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന പോയിന്റ് മുദക്കർ മുഅന്നസ് തമ്മിലുള്ള വ്യത്യാസമാണ്. മുദക്കർ പുല്ലിംഗത്തിനാണ് മുദക്കർ എന്ന് പറയാ. മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. ഈ മുദക്കറിന് പ്രത്യേക അടയാളങ്ങൾ അറബി ഭാഷയിലില്ല. നേരത്തെ നമ്മള് നെക്കിറക്ക് അടയാളങ്ങളില്ല, മാരിഫിന്റെ നിയമങ്ങൾ പറഞ്ഞു, അതല്ല എന്നുണ്ടെങ്കിൽ നെക്കിറ എന്ന് മനസ്സിലാക്കുക. അതേപോലെ മുഅന്നസിന് ആവാൻ കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഇല്ലാത്തതൊക്കെ എന്താണ്, മുദക്കറാണ് എന്നാണ് അറബി ഭാഷയുടെ നിയമം. അപ്പൊ ഇതിൽ തന്നെ ഈ മുഅന്നസ് എന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ പൊതുവെ ചില പദങ്ങൾ കേൾക്കുമ്പോഴോ അതിന്റെ ചില പ്രത്യേക അടയാളങ്ങളോ ഉള്ള പദങ്ങളുണ്ട്, എന്നാൽ അതൊന്നും ഇല്ലാത്ത, അപ്പൊ അങ്ങനെ പ്രത്യേക അടയാളങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മുഅന്നസ് ആണ് മുഅന്നസ് ഹഖീഖി എന്ന് പറഞ്ഞാല്. ഫോർ എക്സാമ്പിൾ സൈനബ് സ്ത്രീയാണെന്ന് നമുക്കറിയാം. പക്ഷെ അതേ സമയത്ത് തന്നെ ഷംസ്, സൂര്യൻ എന്ന് പറയുന്നത് മുഅന്നസായ പദമാണ്. പക്ഷെ അത് മുഅന്നസ് ആണെന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ അതിന് മുഅന്നസ് മജാസി എന്നാണ് പറയാം. മുഅന്നസ് ഹഖീഖി മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാകില്ല. പക്ഷെ മുഅന്നസ് മജാസി ആകുമ്പോഴേ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മൾ പൊതുവെ മുഅന്നസിന്റെ കുറച്ച് നിയമങ്ങൾ പഠിക്കാം. ഇവിടെ ലാസ്റ്റ് വരിയിൽ നോക്കൂ, സെൽമ എന്ന് പറയുന്നത് അവസാനം സെൽമ, സുൽഫ, നുസ്ര, ദുർബ, കുബ്ര, ആ ഒരു രീതിയിൽ വരുന്ന വസനുകളൊക്കെ എന്തായിരിക്കും, മുഅന്നസിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ സൈനബ് എന്ന് പറയുന്നത്, സൈനബ് മറിയം എന്നൊക്കെ പറഞ്ഞാല് അത് പേര്, അവരുടെ പേരെന്നെ ഒറിജിനലി എന്താണ്, ഈ മുഅന്നസായ പദം ആയതുകൊണ്ടാണ്. പിന്നെ ചിലത് താ വരും. ഇപ്പൊ 2ാമത്തെ വരിയിൽ തോലിബത്തുൻ എന്ന് പറയുന്നുണ്ട്. ഒരു തോലിബൻ എന്ന് പറഞ്ഞാൽ
ഒരു ബോയ് ആണ് അല്ലെ, പഠിതാവ് എന്നർത്ഥം. അത് സ്ത്രീ ആകുമ്പോൾ തോലിബത്തുൻ. അപ്പൊ അങ്ങനെ തോ താ അവസാനം കൂട്ടിച്ചേർത്തുകൊണ്ട് സ്ത്രീലിംഗമാക്കാറുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള പഠനമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അത് പിന്നെ ഇവിടെ ഉഖ്ത്, ബിന്ത് എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ ഓൾറെഡി അവരുടെ ഈ ആ ഐഹിയത്തിൽ തന്നെ, അല്ലെങ്കിൽ അവര് സ്ത്രീലിംഗം ഓൾറെഡി ആണല്ലോ, അപ്പൊ അത് ആ നിലക്ക് സ്ത്രീലിംഗമായി മാറാറുണ്ട്. പിന്നെ പൊതുവേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, പട്ടണങ്ങളുടെ പേരുകൾ പറയുമ്പോൾ അറബി ഭാഷയില്, അതുപോലെ ചില രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ, പിന്നെ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ പേരൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ പൊതുവെ അറബി ഭാഷയിൽ മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഉദാഹരണം ഇവിടെ ഹാത്ത്, കൈ, യത് എന്നാണ് അറബിയിൽ പറയാം. അപ്പൊ യത് മുഅന്നസ് ആണ് അറബി ഭാഷയില്. അയിന്, കണ്ണിന് അയിന് എന്നാ പറയാ, അപ്പൊ അത് മുഅന്നസ് ആണ്. ചെവിക്ക് ഉദിന് എന്നാണ് പറയാം, അത് മുഅന്നസ് ആണ്. കാലിന് രിജില് എന്നാണ് പറയാം, അത് മുഅന്നസ് ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങള്, സ്ഥലങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ പൊതുവെ അറബി ഭാഷയിൽ മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർഡറിലൂടെ പറയുന്നുണ്ട്. ഒന്നാമത് മുഅന്നസ് ആണെന്ന് മനസ്സിലാക്കാനുള്ള പോയിന്റ്, അത് മുഅന്നസിന് വേണ്ടി മാത്രം വരുന്ന ചില പ്രത്യേക കലിമത്തുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, അവസാനത്തില് അലിഫും അംസയും, അദ്റാ, അങ്ങനെ അലിഫും അംസയും ഇട്ട് വരുന്ന പദങ്ങൾ നമ്മൾ സിമ്പിളായി മനസ്സിലാക്കാതെ മുഅന്നസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ സൊഹ്റാ, മരുഭൂമി, സൊഹ്റാ, അവസാനം അലിഫും അംസയും ഉണ്ട്. ഇവിടെ അദ്റാ എന്ന് പറയുന്നത്, അദ്റാ എന്ന കന്യക എന്നർത്ഥം. അപ്പൊ അത്തരം അവസാനം ഈ അലിഫും അംസയും ഒക്കെ ആയി വരുന്ന പദങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും മുഅന്നസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് പറഞ്ഞത് പട്ടണങ്ങള്, ഇപ്പൊ ഡൽഹി, മുംബൈ എന്നൊക്കെ നഗരങ്ങളുടെയും രാജ്യങ്ങളുടെയും പേരൊക്കെ ഇപ്പൊ മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഈ മൂന്ന് പോയിന്റ് ക്ലിയർ ആയല്ലോ. പിന്നെ ഓക്കെ, അപ്പോ ഈ ഇനി അടുത്ത, അപ്പൊ രണ്ട് ഭാഗം ക്ലിയർ ആയി. ഒന്ന് മുഅന്നസ് മുദക്കർ ക്ലിയർ ആയി. ഇനി വാഹിദ്, തസ്നിയ, ജമ്മ്. ഒരു പദത്തിന്റെ ഇരട്ടപ്പദമാണ് തസ്നിയ. അത് രണ്ടിലേറെ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ രണ്ടിലേറെ കൂടുതൽ വസ്തുക്കളെ എന്തോ രണ്ടിലേറെ കൂടുതൽ ഉണ്ടാകുമ്പോൾ ജംഅ് എന്നാണ് പറയാറുള്ളത്. ഫോർ എക്സാമ്പിൾ, റജുലുൻ, ഒരു പുരുഷൻ, അത് വാഹിദ് എന്ന ഒരാൾ മാത്രമേ ആകുമ്പോൾ വാഹിദുൻ. കിതാബുൻ, ഒരു പുസ്തകം, അപ്പൊ അത് വാഹിദാണ്. ഇനി അതേ സ്ഥാനത്ത് രണ്ടാമത്തെ ലൈൻ നോക്കുക, തസ്നിയ ആകുമ്പോൾ റജുലാനി, റജുലുൻ, റജുലാനി, കിതാബ്, കിതാബാനി. രണ്ട് പുരുഷന്മാര് അല്ലെങ്കിൽ രണ്ടാളുകള് രണ്ട് പുസ്തകങ്ങളാകുമ്പോൾ റജുലാനി, കിതാബാനി എന്ന് പറയുന്നു. ഇനി അടുത്തത് ഈ ഒരുപാട് പേരുണ്ട്. നേരത്തെ നമ്മള് റജുൽ എന്ന് പറയുമ്പോൾ റിജാൽ, ഒരുപാട് ആളുകൾ, വലതുൻ, ഒരു കുട്ടി, അപ്പൊ ഔലാദുൻ, ഒരുപാട് കുട്ടികൾ, അപ്പൊ ജമ്മായി. മുസ്ലിമുൻ, ഒരു മുസ്ലിം എന്നർത്ഥേ ഉള്ളൂ, അത് മുസ്ലിമൂന എന്ന് പറഞ്ഞാൽ ഒരുപാട് മുസ്ലിങ്ങൾ എന്നർത്ഥമായി. ആലിം എന്ന് പറഞ്ഞാൽ അറിവുള്ള ഒരു വനിത എന്നർത്ഥമേ ഉള്ളൂ. പക്ഷെ ആലിമാത്തുൻ എന്ന് പറയുമ്പോൾ അറിവുള്ള ഒരുപാട് വനിതകൾ. അപ്പൊ ഈ ഒരുപാട് രണ്ടിലേറെ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് ജം എന്ന് പറയാം. അതന്നെ വ്യത്യസ്തമായ രീതിയിലുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ തന്നെ നമ്മൾ മൂന്ന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഈ മൂന്ന് ഉദാഹരണങ്ങള് മൂന്ന് കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെടുത്ത് വലതിൻ എന്ന് പറഞ്ഞാല് അതിന് ജമ്മു തക്സീർ എന്നാണ് പറയാം. ജമ്മു തക്സീർ എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തം ഷേപ്പ് തന്നെ മാറും. വലതിന് നേരെ അതിന്റെ മുമ്പിൽ ഒരു അംസ് വന്നു, പിന്നെ ലാമിന് ശേഷം ഒരു അലിഫ് വന്നു. അപ്പൊ അതിന്റെ സ്ട്രക്ചറിന്റെ മൊത്തം മാറിയ ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ജമ്മു തക്സീർ എന്ന് പറയാം. വലതിന്റെ ജമ്മ് ഔലാദ്. പിന്നെ അടുത്തത് മുസ്ലിമാണ്. ഈ മുസ്ലിമിന്റെ കൂടെ ഒരു വാവും നൂനും ആഡ് ചെയ്ത് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പദത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അതിന് നമ്മള് ജമ്മ മുദക്കർ സാലിം എന്നാണ് പറയാ. മൂന്നാമത്തത് ആലിമത്തുൻ എന്ന ആ പദത്തിൽ നിന്ന് കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. ആ താവിനെ ഒഴിവാക്കിയിട്ട് പകരം ഒരു അലിഫും താവും ആഡ് ചെയ്ത്, അപ്പൊ അലിഫും താവും ആഡ് ചെയ്തുകൊണ്ട് ജമ്മ് ഉണ്ടാക്കുന്നതിനാണ് ജമ്മ് മുഅന്നസ് സാലിം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ ഈ സ്ലൈഡിലാകെ മൂന്ന് പോയിന്റ് പറയുന്നുള്ളൂ. ഒന്ന് ഒറ്റ സ്ഥലമോ അല്ലെങ്കിൽ ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ് വാഹിദ് എന്ന് പറഞ്ഞാല്, രണ്ടിനെ സൂചിപ്പിക്കുന്നതാണ് തസ്നിയ എന്ന് പറഞ്ഞാല്, രണ്ടിലേറെ വസ്തുക്കളെ സൂചിപ്പിക്കുന്നതാണ് ജംഅ്. അപ്പൊ ജമ്മ് മൂന്ന് തരത്തിലുണ്ട്. ഒന്ന്, അതിന്റെ സ്ട്രക്ചറിൽ തന്നെ മൊത്തം മാറ്റം വരുമ്പോൾ ജമ്മു തക്സീർ എന്ന് പറയുന്നു. വലതിന്റെ ജമ്മ് ഔലാദ്, അപ്പൊ അതിന്റെ മൊത്തം സ്ട്രക്ചർ തന്നെ മാറ്റമുണ്ട്. ഇനി വെറും വാവും നൂനും ചേർത്തുകൊണ്ട് ജമ്മ് ഉണ്ടാകാം, പദത്തിൽ നിന്ന് കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിന് ജമ്മ് മുദക്കർ സാലിം എന്ന് പറയുന്നു. അത് അലിഫും താവും ചേർത്തുകൊണ്ടാണ് ജമ്മ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ജമ്മ് മുഅന്നസ് സാലിം എന്നും പറയുന്നു. അപ്പൊ ഈ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ലെങ്തി ആവുന്നുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ബാക്കി അടുത്ത
ക്ലാസ്സിൽ പറയാം. ഈ പറഞ്ഞ 3 പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത 3 കാര്യങ്ങളാണ്. ഒന്ന്, നെക്കിറ മാരിഫയെ കുറിച്ച് പറഞ്ഞു. നെക്കിറ മാരിഫ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയ വസ്തുവാണെങ്കിൽ മാരിഫ എന്നും സ്പെസിഫിക് അല്ലാത്തതാണെങ്കിൽ നെക്കിറ എന്നുമാണ് അതിന്റെ ഡെഫിനിഷന്. മാരിഫയാണെന്ന് മനസ്സിലാക്കാൻ 4 നിയമങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇസ്മുഅലമാണെങ്കിൽ മാരിഫയാണ്. 2, ലമീറുകളൊക്കെ മാരിഫയാണ്. 3, ഇസ്മുൽ ഇഷാറകളൊക്കെ മാരിഫയാണ്. 4, ഒരു അല്ല് ഒരു പദത്തിൽ വന്നാൽ അത് മാരിഫയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ മുദക്കറും മുഅന്നസും മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. മുഅന്നസ് മനസ്സിലാക്കാനുള്ള കുറച്ച് നിയമങ്ങൾ പറഞ്ഞു. അതല്ലാത്തതൊക്കെ മുദക്കറായി മനസ്സിലാക്കണം. പിന്നെ വാഹിദ്, തസ്നിയ, ജമ്മിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ജമ്മ് ഉണ്ടാക്കാനുള്ള ജമ്മിന്റെ 3 ഘടനകൾ നമ്മൾ പറഞ്ഞു. രൂപം മൊത്തം മാറ്റം വരികയാണെങ്കിൽ ജമ്മു തക്സീർ എന്നാണ് പറയാ. വാവും നൂൻ ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ജമ്മു മുദക്കർ സാലിമാണ്. അലിഫും താവും ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ജമ്മു മുഅന്നസ് സാലിമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ശുക്രൻ, ജസാക്കുമുല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.